കോൺഗ്രസ് ഈ രാജ്യത്തിനായി ചെയ്തതിൻ്റെ 100-1 പോലും BJP ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കുന്ന BJPക്കൊപ്പം ഒമർ അബ്ദുള്ള പോകുമെന്ന വിചാരം ആർക്കും വേണ്ട. BJPക്കൊപ്പമുള്ള സഖ്യസാധ്യതകളെല്ലാം വെറുതെയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. തങ്ങളുടെ രാഷ്ട്രീയ ചിന്തകൾ വേറിട്ടതാണെന്നും BJPക്കൊപ്പം ചേരാനുള്ള പദ്ധതികളൊന്നും തങ്ങൾക്കില്ലെന്നും ഒമർ അബ്ദുള്ള വ്യക്തമാക്കിയിരിക്കുന്നു. കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ മൻമോഹൻ സിംഗിനെ സ്തുതിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടുമായിരുന്നു ജമ്മു കാശ്മീർ നിയമസഭയിലെ ആദ്യ ബജറ്റ് സെഷനിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. BJPയുമായുള്ള സഖ്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ലെന്നു മാത്രമല്ല, അതിനുള്ള യാതൊരു സാധ്യതകളുമില്ല എന്ന് ഒമർ അബ്ദുള്ള വ്യക്തമാക്കുന്നു. നമ്മൾ തന്നെ എത്രയോ തവണ ഒമർ അബ്ദുള്ള BJP പക്ഷത്തേക്ക് ചായുന്നുവെന്നും കാശ്മീരിന്റെ പദവി പുനഃസ്ഥാപിക്കാൻ അതേ വഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം BJPയുമായി യാതൊരു ചങ്ങാത്തവും ഉണ്ടാകില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സഭയിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. താൻ ഇപ്പോഴും കോൺഗ്രസിനൊപ്പം തന്നെ എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു സഭയിൽ. മോദിയല്ല, മൻമോഹൻ സിംഗ് ആണ് ഈ രാജ്യത്തിന് പുതുജീവൻ നൽകിയതെന്ന് ഒമർ അബ്ദുള്ള സഭയിൽ തന്നെ വ്യക്തമാക്കി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും പ്രധാന ക്ഷേമ സംരംഭങ്ങൾക്കും പിന്നിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംഭാവനകളാണ് എന്ന് അദ്ദേഹം സഭയെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി. വിഭജിക്കപ്പെടാത്ത ഇന്ത്യയിലാണ് മൻമോഹൻ സിംഗ് ജനിച്ചത്. ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും അദ്ദേഹം പഠിച്ചു. ഒരു ഓഫീസറായി തുടങ്ങിയ ശേഷം ധനമന്ത്രിയായി രാജ്യത്തിന്റെ, പിന്നീട് പ്രധാനമന്ത്രിയായി. അദ്ദേഹം ധനമന്ത്രിയായപ്പോൾ നമ്മുടെ രാജ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറിയെന്നും ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഓർമ്മിക്കുകയാണ്. ലൈസൻസ് രാജ് നിർത്തലാക്കിയതോടെ സ്വകാര്യ മേഖല വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് ഇന്ദിരാ ആവാസ് യോജന, MGNREG തുടങ്ങിയ മുൻകൈകൾ അദ്ദേഹം സ്വീകരിച്ചു. മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആരംഭിച്ച അടിസ്ഥാന സൗകര്യ പദ്ധതികളെക്കുറിച്ച് ഒമർ അബ്ദുള്ള സംസാരിച്ചു കൊണ്ടേയിരുന്നു. തൊഴിൽ മേഖലകൾ വികസിപ്പിക്കുകയും കശ്മീരി പണ്ഡിറ്റുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അവർ കശ്മീരിലേക്ക് തിരിച്ചു പോവുകയും ഒക്കെ ചെയ്തത് മൻമോഹൻ സിംഗിന്റെ നല്ല മനസ്സുകൊണ്ടാണ്. ജമ്മു ശ്രീനഗർ ദേശീയപാത ആരംഭിച്ചതും ബനിഹാളിലേക്കുള്ള ട്രെയിൻ നിർമ്മാണം തുടങ്ങിവെച്ചതും മൻമോഹൻ സിംഗ് ആണെന്നും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി സഭയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. നരേന്ദ്രമോദിയല്ല, മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഒമർ അബ്ദുള്ള എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സഭയിൽ. ജമ്മു കാശ്മീർ എന്ന കട്ടിൽ കണ്ട് BJP പനിക്കണ്ട എന്നാണ് ഒമർ അബ്ദുള്ള നൽകിയ മുന്നറിയിപ്പ്.